234 അംഗങ്ങൾ ഉള്ള തമിഴ്നാട്ടിലെ നിയമസഭയിൽ AIADMKയുടെ അംഗബലം എന്നത് 47 ആയിരുന്നു എന്നുള്ളതാണ്. AIADMK പിന്നീട് വിശ്വാസ വോട്ടെടുപ്പിന്റെ ഘട്ടത്തിലടക്കം ഭിന്നിച്ചു പോയത് നമുക്കറിയാം. ആ വിശദാംശങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ആകെയുണ്ടായിരുന്ന 47 അംഗങ്ങൾ ഇപ്പോൾ 44 എന്ന നിലയിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിലവിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയായിരുന്നു AIADMK നേരിട്ടത് എങ്കിൽ തെരഞ്ഞെടുപ്പിന് ശേഷവും ഇപ്പോൾ AIADMK തിരിച്ചടി തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ്. അതുമാത്രവുമല്ല, തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ AIADMKയിൽ വലിയൊരു സ്പ്ലിറ്റ് രൂപപ്പെട്ടിരുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. അവിടെ എടപ്പാടി പളനിസ്വാമിയുടെ നേതൃത്വത്തിൽ AIADMKയിൽ ഒരു പ്രത്യേക വിഭാഗവും, അതേസമയം തന്നെ എടപ്പാടിയോട് നയപരമായ വിയോജിപ്പുകൾ ഉള്ള CV ഷൺമുഖത്തിൻ്റെയും SP വേലുമണിയുടെയും നേതൃത്വത്തിൽ മറുവിഭാഗവും രൂപപ്പെടുകയും ചെയ്തു. പിന്നീട് നമ്മൾ കണ്ടതാണ് തമിഴ്നാട് നിയമസഭയിലെ സ്പീക്കറെ അടക്കം 2 വിഭാഗങ്ങളായി അവരുടെ നേതാക്കൾ എന്ന നിലയിൽ AIADMKയുടെ പ്രവർത്തകരും MLAമാരും വ്യത്യസ്തമായി റിപ്പോർട്ടുകൾ നൽകിയത് ഉൾപ്പെടെ അവരുടെ നിയമസഭാ കക്ഷി നേതാവ് ആര് എന്നത് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകിയതും അന്ന് തമിഴക രാഷ്ട്രീയത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ്. ഇനിയിപ്പോൾ ഈ എടപ്പാടി പളനിസ്വാമി വിഭാഗത്തിനും ഒപ്പം ഷൺമുഖം വേലുമണി വിഭാഗത്തിനും എന്താണ് തമിഴ്നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ അതിലേക്കാണ് പോകുന്നത്. നിലവിലെ സാഹചര്യത്തിൽ എടപ്പാടി പളനിസ്വാമി വിഭാഗം, അതോടൊപ്പം തന്നെ ഷൺമുഖം വിഭാഗം, നേരത്തെ ഷൺമുഖം വേലുമണി വിഭാഗത്തിന് 25 പേരുടെ പിന്തുണയാണ് നിയമസഭയിൽ ഉണ്ടായിരുന്നത്. നമ്മൾ ആ വിശ്വാസ വോട്ടെടുപ്പ് സമയത്ത് ഈ അംഗങ്ങൾ വിജയിയെ പിന്തുണച്ചത് അടക്കം ന്യൂസ് ട്രെൻഡ്സ് വിശദമായി ചർച്ച ചെയ്തതാണ്. ഈ 25 അംഗങ്ങളിൽ ആണ് 3 പേർ ഇപ്പോൾ രാജിവെച്ചിട്ടുള്ളത് എന്നതാണ്. അതോടൊപ്പം തന്നെ ഇതിൽ തന്നെ 5 അംഗങ്ങൾ ഈ AIADMKയിൽ നിന്ന് പിൻവാങ്ങിയ സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ നിലവിൽ 17 എന്ന നിലയിലേക്ക് ഈ ഷൺമുഖം വേലുമണി വിഭാഗത്തിന്റെ അംഗസംഖ്യ കുറഞ്ഞു എന്നുള്ളതാണ്. അതേസമയം മറുഭാഗത്ത് എടപ്പാടിക്ക് ഈ സാഹചര്യത്തിൽ ഒരൽപ്പം നേട്ടം എന്ന് തന്നെ പറയാം. കാരണം നേരത്തെ 22 അംഗങ്ങൾ ആയിരുന്നു വിശ്വാസ വോട്ടെടുപ്പിന്റെ സമയത്തടക്കം എടപ്പാടി പളനിസ്വാമിയോട് ഒപ്പം ഉണ്ടായിരുന്നത് എങ്കിൽ ഇപ്പോൾ അത് 27 പേർ എന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് നേരത്തെ വേലുമണി വിഭാഗത്തോടൊപ്പം പോയ 5 അംഗങ്ങൾ തിരികെ എടപ്പാടി പളനിസ്വാമിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നതാണ്. ഇതാണ് തമിഴക രാഷ്ട്രീയത്തിലെ